എന്താണ് പുതിയ അടുക്കളയിൽ വന്നതിന്റെ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടോ? ചെറുതായിട്ട്, കാരണം എല്ലാം എവിടെയാണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ട് എനിക്ക് നന്നായിട്ട്. ചേച്ചി പറഞ്ഞാൽ മതി, അപ്പ സ്പോട്ടിൽ സാധനങ്ങൾ ഫ്രണ്ടിലെത്തും. എന്നാ കുഴപ്പമില്ല, എനിക്കൊരു അസിസ്റ്റന്റിനെ കിട്ടാത്ത എല്ലാ പ്രശ്നവും ഉണ്ടായിരുന്നു. പക്ഷെ ശിവാനി, ഞാൻ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഇവിടെ കാണുന്നില്ലല്ലോ. എന്താണ് കുറവ്? വെജിറ്റബിൾസ് വേണം അല്ലേ? നമ്മുടെ ഇന്ത്യയുടെ പ്രധാന സാധനം അതാണ്. ഞാനേ ചേച്ചിയുടെ റെസിപ്പി കണ്ടപ്പോഴത്തേക്കും എല്ലാം പാകത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. താങ്ക് യു. ഇതിൽ എക്സ്പേർട്ട് ആണെന്ന് തോന്നുന്നുണ്ടല്ലോ. അച്ഛമ്മ പഠിപ്പിച്ചെന്നൊക്കെ ഫുള്ള്. ആണോ? പിന്നെ ഫുഡിന്റെ കാര്യത്തിലേ മുന്നിലുണ്ടാവുള്ളൂ. അതാണ്. അത് കഴിക്കാനും ഉണ്ടാക്കാനും രണ്ടിലും. അത് അതിശയാട്ടോ. സാധാരണ ഈ പ്രായത്തിലെ പിള്ളേരെ കഴിപ്പിക്കാനാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. കഴിച്ചോളൂ. നമ്മുടെ സ്പൈസസ് ദേ ഒരു ഫുൾ ബോക്സ് ജസ്റ്റ് ഫോർ യു. ഓക്കെ, താങ്ക് യു. ഫ്രൂട്ട്സ് ഉണ്ട്, നട്ട്സ്. അത് ശരിയാണല്ലോ. കള്ളി കഴിച്ചു തീർത്താ. ഒരെണ്ണം എടുത്തുള്ളൂ, ബാക്കി മുഴുവൻ ഇതിലുണ്ട്. കൊണ്ടുപോകും. പറഞ്ഞത് നന്നായി, അല്ലെങ്കിൽ പകുതി അവിടെ ഇരുന്നേനെ. ശിവാനി, അപ്പൊ നമുക്കൊന്ന് തുടങ്ങിയാലോ? അയ്യോ, തുടങ്ങാൻ വരട്ടെ. തുടങ്ങുന്നതിന് മുമ്പേ നമുക്കൊരു ചടങ്ങുണ്ട്. അയ്യോ മറന്നുപോയി, നമ്മുടെ പ്രേക്ഷകരെ ഇൻവൈറ്റ് ചെയ്യണ്ടേ? അത് ശരിയാണല്ലോ. അപ്പോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എക്സോ ആന്റി ബാക്ടീരിയൽ സൂപ്പർ ജെൽ കിച്ചൺ സ്റ്റോറീസ് കോ പവർഡ് ബൈ ആറ്റംബർഗ് മിക്സർ ഗ്രൈൻഡർ. പെർഫെക്റ്റ് ഗ്രൈൻഡിംഗ്, മാജിക്കൽ ടേസ്റ്റ്. മിൽമ, കേരളം കടി കണ്ടുകൊണ്ടിരുന്ന നന്മ. ഇലക്ട്രോണിക്സ് പാർട്ണർ പിട്ടാപ്പള്ളി ഏജൻസീസ്. The most trusted name in TV, mobile and appliances. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? എന്താ മോളെ ഇത്? നമ്മുടെ ഗസ്റ്റിനെ പരിചയപ്പെടുത്തണ്ടേ? അല്ല മോനെ? അയ്യോ മറന്നുപോയി, അവന് വിഷമോയേട്ടാ. പിന്നെ അപ്പൊ ഇതാണ് നമ്മുടെ എക്സോ ആന്റി ബാക്ടീരിയൽ സൂപ്പർ ജെൽ ഹെൽത്തി റെസിപ്പി കോൺടെസ്റ്റിലെ നമ്മുടെ ഫസ്റ്റ് വിന്നർ. ചേച്ചിയുടെ പേര് കീർത്തി എന്നാണ്. ചേച്ചിയും മോനും ഉണ്ട് കേട്ടോ, റിഷാൻ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചേച്ചി, എനിക്ക് ചെറിയൊരു പാൻ തരാമോ? നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത്. ഇത് മതിയോ? പിന്നെ പെർഫെക്റ്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജി ഡ്രൈ ഫ്രൂട്ട് മിക്സ് പുലാവാണ്. എല്ലാം ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. നമ്മുടെ പിള്ളേർക്ക് ഭയങ്കര മടിയാണ്. ഇപ്പൊ എന്റെ മോനൊക്കെ ആണെങ്കിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കാൻ, ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാലേ അവൻ ഓടും. അപ്പൊ പിന്നെ എന്താ ചെയ്യാ അല്ലേ? ഇങ്ങനത്തെ കുറച്ച് ഉടായ്പ പണികളൊക്കെ ചെയ്താലാണ് അവരെ കൊണ്ട് നമുക്ക് ഫുഡ് കഴിപ്പിക്കാൻ പറ്റുള്ളൂ. അച്ഛമ്മയ്ക്ക് നേരെ തിരിച്ചായി. ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ജീവന. ഞാൻ ഒളിപ്പിച്ചേക്കേണ്ട അവസ്ഥയായി തുടങ്ങിയിട്ടുണ്ട്. കേട്ടോ, ഞാൻ ഇവിടുന്ന് രണ്ടെണ്ണം കഴിച്ചില്ല, അതിനാണ് പറയുന്നത്. നമ്മൾ എന്തിനാണ് സോർട്ട് ചെയ്യുന്നത്? ഓയിലാണോ? ശിവാനിക്ക് എന്താ കൂടുതൽ ഇഷ്ടം? നമ്മൾ ഇവിടെ ഘീ ആണ് എല്ലാത്തിനും യൂസ് ചെയ്യുക. അതും മിൽമയുടെ ഘീ ആണ്. ആണോ? അത് നമുക്ക് ഘീ തന്നെ ചെയ്യാം. ഓക്കെ. ഇതാകുമ്പോ ഉണ്ടല്ലോ വളരെ ശുദ്ധമായിട്ടുള്ള ഘീ ആണ്. മിൽമ, കേരളം കണി കണ്ടുകൊണ്ടിരുന്ന നന്മ എന്നാണ്. അപ്പോ നമുക്ക് ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് നെയ്യ് ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇതിപ്പോ എന്തൊക്കെ വെജിറ്റബിൾസ് ആയിരുന്നു? പൊട്ടറ്റോ ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്. മിക്സ്ഡ് വെജിറ്റബിൾസ് യൂസ് ചെയ്യാൻ കാരണം എന്താണെന്നറിയാവോ? എന്താണ്? നല്ല ഭംഗിയില്ലേ കാണാൻ? കുഴപ്പമില്ലല്ലേ? അതെ തീർച്ചയായിട്ടും. അതുകൊണ്ടാണ്. ശിവാനി ആ ചോട്ടി നിൽക്കുന്നത് തന്നെ അതിനാണ്. ഇതൊക്കെ കഴിക്കാനുള്ള ആദ്യത്തെ ആളായിട്ടാണ് നിൽക്കുന്നത്. ആണല്ലേ? ഞാൻ ശിവാനിക്കാണ് ആദ്യം കൊടുക്കാൻ പോകുന്നത്. വീട്ടിലാരാ കുക്ക് ചെയ്യുന്നത്? അച്ഛമ്മ. കേട്ടാ, അച്ഛമ്മയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പൊ അമ്മ കുക്ക് ചെയ്യാറില്ല? ഇല്ല. ഇവിടെ മാത്രമേ അമ്മ കുക്ക് ചെയ്യുന്നുള്ളൂ അല്ലേ? ഇതെല്ലാ വീട്ടിലും ഇങ്ങനെയാ ചേച്ചി. അച്ഛമ്മമാരായിരിക്കും എപ്പോഴും മെയിൻ കുക്ക്. അങ്ങനെ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ മോളെ, ആർക്കും കുക്ക് ചെയ്യാം. അല്ല, ഇവിടെ ഞാനും കുക്ക് ചെയ്യും, അത് വേറെ കാര്യം. അച്ഛമ്മയും മോനും ആണ് കൂടുതൽ സമയം അടുക്കളയിൽ. ആ നല്ല ഗീയുടെ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. അതാണ് മിൽമയുടെ പ്രത്യേകത. ഗ്രീൻ പീസും കൂടെ ഒന്ന് ആഡ് ചെയ്യാനേ. ഓക്കെ. ഇത് ബോയിൽഡ് ആണോ? ഇത് ബോയിൽഡ് ആണ്. ശിവാനി, എന്തോ കുറച്ച് വെള്ളം തരാമോ? നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം കേട്ടോ. ഇതൊക്കെയാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്. എനിക്ക് എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു നാടൻ ഫുഡാണ് ഇഷ്ടം എന്നാണോ? എന്തൊക്കെയാണ് ഇഷ്ടം? സാധാരണ ഇഡ്ഡലിയാണ്. അവന് 3 നേരം ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ ഒക്കെയാണ്. നാടൻ ഫുഡുകൾ, കപ്പയൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. ഇത് ശരിക്കേ അമ്മയുടെ റെസിപ്പിയാണോ അച്ഛമ്മയുടെ റെസിപ്പിയാണോ? അച്ഛമ്മ. നമുക്ക് വെജിറ്റബിൾസ് ഏകദേശം ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, ബാക്കി നമുക്ക് റൈസ് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ ഇട്ട് ചെയ്യാം. എന്നാലല്ലേ അത് തമ്മിൽ ഒന്ന് ബ്ലെൻഡ് ആയി കിട്ടുള്ളൂ. അങ്ങനെ. ഓക്കെ. അപ്പോൾ എനിക്ക് റൈസ് കുക്ക് ചെയ്യാനായിട്ടേ കുറച്ച് വലിയൊരു പാത്രം തരാമോ? വലിയ പാത്രം. ഇത് മതിയോ? പിന്നെ ഇത് മതി. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ യൂട്ടൻസിൽ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ കുക്ക് വെയർ ആണ് കേട്ടോ. ഈസി പീസി കുക്കിംഗ് ആണ്. ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്യാം അല്ലേ? നല്ല കട്ടി ചെയ്യില്ലേ, പെട്ടെന്ന് അടി പിടിക്കത്തൊന്നുമില്ല. ആണോ? നല്ല ഈസിയാണ്. നമുക്ക് റൈസ് ഇതിൽ തന്നെ കുക്ക് ചെയ്യാം. വീട്ടിൽ ആരൊക്കെ ഉണ്ട് മോന്റെ? വീട്ടില് മുത്തശ്ശനുണ്ട്, അച്ഛമ്മയുണ്ട്, എന്റെ അച്ഛനുണ്ട്, പിന്നെ അപ്പനുണ്ട്, പിന്നെ ഞാനുണ്ട്.
കുറെ പേരുണ്ട്. രാവിലെ ആരാ കുക്ക് ചെയ്യാറ്? വെളുപ്പിന് ആരൊക്കെ കൂടിയാ കുക്ക് ചെയ്യാറ് അടുക്കളയില്? അച്ഛമ്മ, മുത്തശ്ശൻ, അമ്മ. മുത്തശ്ശനും ഞാനും കൂടെ ഒരുമിച്ചാ കയറല്. ഞാനെല്ലാം ഒന്ന് മോണിറ്റർ ചെയ്യാൻ കയറുന്നു. അവര് ചെയ്യുന്ന ശരിയാണോന്നൊന്നും അറിയാം. അവർ രണ്ടാളും കൂടെ ചെയ്തോളൂ അല്ലേ? അവര് രണ്ടാളും കൂടെ ചെയ്തു. ശിവാനി എപ്പോഴേ എനിക്ക് സ്പൈസസ് ഒന്ന് എടുത്തു തരാമോ? എന്തൊക്കെ സ്പൈസസ് ആയിരുന്നു വേണ്ടേ? അപ്പൊ നമുക്ക് ഈ മിക്സ്ഡ് സ്പൈസസ് ആണ് എനിക്ക് വേണ്ടത്. ഓക്കെ. നല്ല ഒരു മണവും ഫ്ലേവർ ഒക്കെ പെട്ടെന്ന് വരും അല്ലേ? അതെ അതെ. ഇപ്പൊ ഞാൻ വീണ്ടും മിൽമാക്കി. യെസ്. ഞാൻ നമ്മുടെ മിക്സ്ഡ് സ്പൈസസ് ഒക്കെ ഒന്ന് ഇടുകയാണ്. പട്ട, അതുപോലെ തന്നെ ഏലക്ക. അപ്പൊ ലാസ്റ്റ് ഇതും കൂടി ഇട്ട് കഴിഞ്ഞാല് നോക്കിട്ടെ അത്. ഇതെന്താ അച്ഛമ്മ? അത് സ്റ്റാർ പോലത്തെ തക്കോലം. തക്കോലം. അതിന് ഗ്രാമ്പൂ, കറുവാപ്പട്ട, ഏലക്ക, തക്കോലം എല്ലാം സ്പൈസ് നല്ല എല്ലാ സ്മെല്ല് സ്പൈസും തരുന്ന സാധനങ്ങളാണ്. സ്മെല്ല് വരാൻ വേണ്ടി ഇടുന്നതാണ്. ഇത് ഞാൻ അങ്ങ് വാങ്ങിക്കോളാം. മസാല അത്യാവശ്യം ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ റൈസ് ഇട്ടാലോ? ഓക്കെ. ഇത് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ്. സോക്ക് ചെയ്ത് വെച്ചിരിക്കണം. 1/2 an hour നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ്. ഓക്കെ. കീർത്തി, ഹസ്ബൻഡ് വന്നിട്ടില്ലേ? ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ വിളിക്കാനായിട്ട് വരും. ആണല്ലേ? അച്ഛമ്മ ഭയങ്കര ഫാനാ. ആഹാ. നല്ല രസമായിട്ട് മോനും ഒക്കെ എല്ലാത്തിലും പങ്കെടുത്തില്ലേ? പക്ഷേ ഹസ്ബൻഡ് വരുമ്പോ എന്റെ ഫാനാന്നേ പറയാവുള്ളൂ കേട്ടോ. അത് പറ. ഹസ്ബൻഡിന്റെ ഞാൻ പറയണ്ട. പക്ഷെ പുള്ളി നല്ല ഇതാണല്ലോ, എനർജി ആയിട്ട് നന്നായി കളിക്കുന്നത് കാണാൻ. നല്ല ആക്റ്റീവ് എനർജിയാണ്. പക്ഷെ നമ്മൾ അത് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കരുത്. ഞാൻ പറഞ്ഞതാന്ന് പറയരുത്. പക്ഷെ എന്നെയാണ് ഭയങ്കര ഇഷ്ടം എന്ന് പറയണം കേട്ടോ. അപ്പൊ ശിവാനി, ഞാനേ ഈ റൈസ് ഇട്ടിട്ട് ഇപ്പം ഗീല് നന്നായിട്ട് വറുത്തോണ്ടിരിക്കുക. ഇത് നമ്മൾ വെള്ളം ചേർക്കണം. ശിവാനി, അപ്പോഴത്തേക്ക് എനിക്കൊരു കുറച്ച് ചൂടുവെള്ളം ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എനിക്കിപ്പോൾ പച്ചവെള്ളം ആയാലും മതി. പക്ഷെ നമ്മളെപ്പോഴും ചൂടുവെള്ളത്തിലാണ് ബോയിൽ ചെയ്യുന്നത്. നമുക്കൊരു 3 കപ്പോളം വെള്ളം ഒഴിക്കാം. നമുക്കേ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ടിട്ട് അടച്ചു വെക്കാം. അപ്പൊ നമ്മള് വെജിറ്റബിൾസ് എപ്പോ ഇടും? വെജിറ്റബിൾസേ നമുക്ക് ഹാഫ് കുക്ക്ഡ് അല്ലേ? അപ്പൊ ഇതൊന്ന് ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് ചേർക്കാം. നമ്മുടെ ആദ്യത്തെ എക്സോ ആൻറ്റി ബാക്ടീരിയൽ സൂപ്പർ ജെൽ ഹെൽത്തി റെസിപ്പി കോൺടെസ്റ്റിലെ വിജയാണ് കീർത്തി. നിങ്ങൾക്കും ഈ ഷോയുടെ ഭാഗമാകാം. നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ഹെൽത്തി റെസിപ്പി ഞങ്ങൾക്ക് വീഡിയോ ആയിട്ടോ ഫോട്ടോ ആയിട്ടോ താഴെ കാണുന്ന നമ്പറിൽ അയച്ചു തരിക. കുട്ടികളുടെ പ്രായം 4-നും 14-നും ഇടയ്ക്കായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് സൂര്യ ടിവിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ചെക്കൗട്ട് ചെയ്യും. കീർത്തി ചേച്ചി, എന്തായി? തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. നമുക്ക് വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യാം. വീണ്ടും അടച്ചു വെക്കാണ് അല്ലേ? വീണ്ടും ഒന്ന് അടച്ചു വെക്കാം. ഇനി ഇതൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താൽ റെഡിയായി. ഇനിയിപ്പോ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാണോ? ഈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ഓക്കെ. ഇത് തന്നെ ആഡ് ചെയ്യാം അല്ലേ? പോമിഗ്രാനൈറ്റ് തന്നെ ആഡ് ചെയ്യാം അല്ലേ? ബ്ലഡ് നല്ലതാ. ആണോ? ഇവിടെ എനിക്ക് എപ്പോഴും തരും. ഇത് ആപ്പിൾ ഉണ്ട്, പൈനാപ്പിളും ഉണ്ട്. 2 ആപ്പിളും ഒരു ബൗളിൽ. അതെ അതെ, 2 ആപ്പിളും പൈനാപ്പിളും. അപ്പൊ നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോഴേ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അകത്തോട്ട് ചെല്ലും അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട്. അപ്പൊ നമുക്ക് ഫൈനലായിട്ട് ഇത് ആഡ് ചെയ്താലോ? റെഡി. ശിവാനി ആഡ് ചെയ്യുന്നുണ്ടോ? ലാസ്റ്റ് മെയിൻ കുക്ക് ഗാർണിഷ് ചെയ്തോളൂ. ഓക്കെ. ശിവാനി റെഡി ആയിട്ടുണ്ട്. ഞാനിത് മാറ്റി വെക്കുകയാണ്. ഓക്കെ, നമുക്ക് മാറ്റി വെക്കാം. ശരി, അതിലേക്കുള്ള കറി ഞാൻ ഉണ്ടാക്കിയ മോള് വന്ന് റെസ്റ്റ് എടുക്കും. ഓക്കെ. മോൾ ഇത്രയും പണിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചല്ലേ, മോൾക്ക് ഞാൻ അടിപൊളി മോര് രസം തരാം. മോര് രസോ? ആദ്യമായിട്ടാണല്ലോ അങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. നോക്ക്, കുടിച്ചു നോക്ക്. ഇനി മോള് ഇതൊന്നും ഉണ്ടാക്കി കൊടുത്തേ. രസം ആൻഡ് മോര്. ഇതെങ്ങനെയാണോ ശിവാനി ഉണ്ടാക്കുന്നത്? സിമ്പിളാ. നമ്മൾ രസത്തിലോട്ട് നമ്മുടെ മോര് നന്നായിട്ട് ഒഴിച്ച് ഒരു 2 ഷേക്ക് ആൻഡ് ഓഫ് ടു ദ ഗ്ലാസ് ആൻഡ് ഓഫ് ടു ദ ടേബിൾ. കൊള്ളാലോ. ഇത് അച്ഛമ്മയുടെ മാത്രം സ്പെഷ്യൽ റെസിപ്പി ആയിരിക്കും അല്ലേ? കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഉന്മേഷമായിരിക്കും. ടേസ്റ്റ് നോക്കിയിട്ട് വേഗം അഭിപ്രായം പറഞ്ഞോളൂ. അടിപൊളി അടിപൊളി. നമ്മുടെ ഒരു സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇത് കിട്ടുമ്പോൾ, രസമൊക്കെ കിട്ടുമ്പോൾ ഒരു സ്പെഷ്യൽ ഫീലിംഗ് അല്ലേ? അപ്പൊ ഇത് ഒരുമിച്ച് കഴിക്കുമ്പോൾ സത്യം ഭയങ്കര ക്ഷീണിച്ചിരിക്കുമ്പോഴേ ഈ ജ്യൂസ് ഒക്കെ കുടിക്കുന്നതിനേക്കാളും ഭയങ്കര റിഫ്രഷിങ് ഫീലിംഗ് ആണ്.
ഇപ്പൊ പുലാവിന് എന്താണ് അച്ഛമ്മ സൈഡായിട്ട് ഉണ്ടാക്കുന്നത്? ഞാനേ പാലക് പനീർ. ഓക്കെ. ആദ്യം നമ്മുടെ മിൽമ നെയ്യ്. മിൽമ ഘീ. കേരളം കണി കണ്ടുകൊണ്ടിരുന്ന നന്മ. അതാണ്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി, പച്ചമുളക് ഇതൊന്ന് ചെറുതായിട്ട് വഴഞ്ഞ്. എന്താ അച്ഛമ്മ ഇത് ചീരയാണോ? പാലക്ക്. മറ്റേ വലിയ ഇരിക്കുന്ന. എനിക്ക് ചീര ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഈ ഡിഷ് അതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ സാധാരണ ചീരയും പരിപ്പും കറി വെക്കുക എളുപ്പത്തിൽ. തോരൻ അതൊക്കെയാണ്, പിള്ളേർക്ക് അതൊന്നും അത്ര ഇഷ്ടമല്ലല്ലോ. പക്ഷെ അതുകൊണ്ടാണ് ഇങ്ങനത്തെ. ഇതിപ്പോ പനീറൊക്കെ വരുമ്പോൾ പിള്ളേർക്ക് അത് ഇഷ്ടാവുമല്ലോ. ഇനിയിപ്പോ ഇതിലേക്ക് നമ്മൾ ഈ പാല് ഇട്ട് കൊടുക്കും. ഇതിനധികം നിറമൊന്നും പോണ്ട, ഒന്ന് വാടിയാൽ മതി. ശിവാനി, എന്തോ ഈ പാനും യൂട്ടൻസിൽസിന്റെ തന്നെയാണോ? അതെ അതെ, ഇത് യൂട്ടൻസിൽസിന്റെ ഫ്രൈയിങ് പാൻ ആണ്. ഓ ശരി. നന്നായിട്ടൊന്ന് വഴറ്റി ഇനി നമ്മൾ ഇത് ഓഫ് ചെയ്തു. ആറ്റംബർഗിൻ്റെ മിക്സർ ഗ്രൈൻഡർ ഇതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കാറ് മോളെ. എന്നെപ്പോലെയുള്ള വയസ്സായവരൊക്കെ ഭയങ്കര ഉപകാരമാണിത്. പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മളെ കല്ലിലരക്കൂല മോളെ, അതേ ടേസ്റ്റാണിത്. അമ്മമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഇത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. നന്നായിട്ട് ലോക്കാവും. ഇതാണ് ഇതിൻ്റെ ഒരു ഉപകാരം. കൈ കൊണ്ടൊന്ന് പിടിക്കുകയൊന്നും വേണ്ട. സേഫ് ആണ് അല്ലേ? സേഫ് ആണ് മോളെ. നന്നായിട്ട് അറിഞ്ഞു അച്ഛമ്മ? നന്നായിട്ട് അറിഞ്ഞു, നീ കണ്ടില്ലേ? ഇനിയിപ്പോ നമുക്ക് അടുത്ത പണിയിലേക്ക് പോവാം. പനീർ റോസ്റ്റ് ചെയ്യാൻ പോവാണോ? അതിന് നമ്മൾ ഒഴിക്കുന്നത് എന്താണ്? നമ്മുടെ മിൽമാഗി. ശിവാനി, എന്തോ സാധാരണ ആന്റി എന്നും സെറ്റ് മുണ്ട് കൊടുത്തല്ലേ കാണാറ്? ഒന്നും പറയണ്ടല്ലേ മോളെ അതിനെ കുറിച്ച്. എന്തൊന്നും പറയണ്ടാത്ത? എല്ലാം പറയണം. ഞാൻ എടുത്തു കൊടുത്ത എത്ര ദിവസം നമ്മളിങ്ങനെ ഓൾഡ് ഫാഷൻ ആയിട്ടിരിക്കുക. അച്ഛമ്മയ്ക്ക് വേണ്ടി ഒരു ട്രാൻസ്ഫോർമേഷൻ. അത് ശരിയായിട്ട് നല്ല ഗ്ലാമർ ആയിട്ടുണ്ട് പക്ഷെ കാണാനായിട്ട്. കേട്ടല്ലോ? ആർക്കാ ക്രെഡിറ്റ്? എന്റെ മോൾക്ക്. അല്ലാണ്ടാർക്കാ? നീ ഇത് നന്നായിട്ട് മുരിഞ്ഞു വരണം. ഗോൾഡൻ ബ്രൗൺ ആവുന്ന പാകം. എനിക്കില്ലേ ഈ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഇത് കഴിഞ്ഞിട്ട് പാത്രം കഴുകുക എന്ന് പറയുന്ന ഒരു കാര്യം ഭയങ്കര മടിയാണ്. സെയിം പിച്ച്. കുളിവിട്ട് വരുമ്പോ ആ പാത്രം കാണിക്കേയില്ല 2 ദിവസം. അല്ല, എന്താ പ്രശ്നം എന്നറിയോ? നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ആ സ്മെല്ലും അതുപോലെ തന്നെ ഒരു ഓയിലൊക്കെ ആണെങ്കിൽ ഒരു സ്റ്റിക്കി ആയിട്ടല്ലേ ഭയങ്കര പാടാണ്. ഇല്ല ചേച്ചി, അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. നമ്മുടെ എക്സോ ആന്റി ബാക്ടീരിയൽ സൂപ്പർ ജെൽ. ഇവിടെ ഫുൾ അതാണ് യൂസ് ചെയ്യാറ്. അച്ഛമ്മയുടെ ഫേവറേറ്റ്. ഇത് ക്ലീൻ ആവും. ബാക്ടീരിയ നശിപ്പിക്കാൻ മാത്രമല്ല പാത്രങ്ങൾക്ക് നല്ല മണവും വൃത്തിയും ഉണ്ടാവും. നമ്മൾ എന്താ പറയാ, പാത്രങ്ങളുടെ സാനിറ്റൈസർ ആണെന്ന് പറയാ. ആണോ? അത്രയും ക്ലീൻ ആക്കി എടുക്കും. ഒരു സ്മെൽ ഉണ്ടാവില്ല, നോ ബാക്ടീരിയ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പൊ ഇത് ഞാനും എന്തായാലും ഒരെണ്ണം വാങ്ങിക്കാം. അല്ല, എന്റെ ചെറുപ്പം മുതൽ അച്ഛമ്മ തന്നെ യൂസ് ചെയ്യുന്നത്. ജെൽ ഫോർമാറ്റ് കൂടി ജെല്ലല്ലായിരുന്നല്ലോ മോളെ, അന്ന് ജെല്ലല്ലായിരുന്നു, അന്ന് ബാറായിരുന്നു. എക്സോ ബാർ. ഇപ്പൊ കുറച്ചുകൂടി ഈസി ആയല്ലേ ജെല്ലായി. അമ്മ ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടം എന്തുവാ? അമ്മ ഉണ്ടാക്കിയാലല്ലേ അവന് ഇഷ്ടപ്പെടുള്ളൂ അല്ലേ? ന്യൂഡിൽസ്. ഇത്രയും ഡിഷ് ഞാൻ അവൻ ഉണ്ടാക്കി കൊടുത്തിട്ടാവും പറയുന്നത് ന്യൂഡിൽസ് ആണ് അവന്. കഷ്ടം. ഇതേ പനീർ ഒരുവിധം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പാലക്കില്ലേ അത് കണ്ടു, നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. അതും ഒറ്റയടിക്ക്. ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇത്തിരി ഉപ്പ് എടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് എന്താ ഒഴിക്കുന്നത്? ക്രീം. മിൽക്ക് ക്രീം. ഇതാണ് ഇതിൻ്റെ ഒരു കൊഴുപ്പും ഒരു ടേസ്റ്റും. കളറ് മാറി തുടങ്ങും അല്ലേ? പതുക്കെ കൊഴുപ്പൊക്കെ കൊടുക്കും. ഇത് നമ്മൾ ഓഫാക്കാം. ഓക്കെ. ഇതിലേക്ക് കുറച്ച് ചാറ്റ് മസാല ഇടാം. ഇതിട്ട് കഴിഞ്ഞാലേ നല്ലൊരു പ്രത്യേക ടേസ്റ്റും ഒരു പ്രത്യേക നോർത്ത് ഇന്ത്യൻ കറിയുടെ ഒരു ഫ്ലേവർ വരും. സൂപ്പർ. പാകം ചോദിക്കണം. ചൂടുണ്ടോ? ഇല്ലടാ, ചൂടില്ല. അടിപൊളി. ഒരു ക്യൂക്ക് റെസിപ്പിയാണ് അല്ലേ? ഹെൽത്തി ആയിട്ടുള്ള. എന്ത് വേഗം കഴിഞ്ഞു. അധികം പണിയൊന്നുമില്ല, കഴിഞ്ഞു. അച്ഛമ്മ, ഇനി അച്ഛമ്മ അങ്ങ് മാർക്കേ. ഇനി എനിക്ക് കുറച്ച് പരിപാടീസ് ഉണ്ട് ഇവിടെ. എന്തോന്ന്? ഈ പനീർ ഉണ്ട്, എനിക്ക് ഒരു കിടലൻ റെസിപ്പി ഉണ്ട്. അച്ഛമ്മേ, ഇവരെ കൊണ്ട് നേരെ ഡൈനിങ് ടേബിളിലേക്ക് ചെന്നോളൂ. അപ്പോഴേക്കും എന്റെ ഫുഡ് ഞാൻ അങ്ങ് എത്തും. ഓ ശരി ശരി. ഇപ്പൊ കുറച്ചു ഡൈനിങ് ടേബിളിൽ ഇരിക്കാം. അപ്പൊ ശരി ശിവാനി, ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കാം. അതെ, ഓക്കെ.
അപ്പൊ നമ്മൾ ഇന്ന് ഒരു ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള പനീർ സാൻഡ്വിച്ചിന്റെ റെസിപ്പിയാണ് ട്രൈ ഔട്ട് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആണ്. നമ്മളിപ്പോൾ ഹോൾ വീറ്റിന്റെ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഹോൾ വീറ്റിന്റെ ബ്രെഡ് നമ്മൾ നല്ല ബട്ടറിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പൊ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മിൽമയുടെ പ്യുവർ ആയിട്ടുള്ള ഘീ ആണ് എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് നമ്മൾ നെക്സ്റ്റ് കേർഡും ഷാലറ്റ്സും വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില ഇത്രയും മിക്സിയിലിട്ടിട്ട് ഒന്നടിക്കുക, നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കുക. നമ്മൾ പനീർ എടുത്തിട്ട് ഇതേ പാനിലേക്ക് നന്നായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക. അതിന്റെ സൈഡിൽ തന്നെ നമ്മൾ അരച്ചു വെച്ച പേസ്റ്റും ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കും നല്ല മസാലയൊക്കെ പനീറിലേക്ക് പിടിക്കും കേട്ടോ. നന്നായിട്ട് ഇനി പനീർ ഈ മസാലയൊക്കെ ഇടുന്ന ഒന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ട് പിന്നെ വെരി ക്വിക്ക് ആയിട്ട് അസംബിൾ ചെയ്യുക. ആൻഡ് നമ്മുടെ സാൻഡ്വിച്ച് ഇസ് റെഡി. അസംബിൾ ചെയ്യാനായിട്ട് നമ്മൾ ബ്രെഡ് എടുക്കുക, നമ്മുടെ പനീർ നമ്മൾ ആ ഒരു മസാലയിൽ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ വെക്കുക. അതിനകത്തോട്ട് 2 വെജിറ്റബിൾസ്, തക്കാളി ഉണ്ട്, കുക്കുംബർ ഉണ്ട്, രണ്ടും ആഡ് ചെയ്യുക. കുറച്ച് ചാറ്റ് മസാല ഇടുക. ആൻഡ് നമ്മുടെ ഹെൽത്തി പനീർ സാൻഡ്വിച്ച് ഇസ് റെഡി. വിനുവേട്ടൻ കറക്റ്റ് സമയത്ത് എത്തിയല്ലോ. ഇതിന്റെയൊക്കെ മണം അടിച്ചാൽ നമ്മൾ ഏത് പഞ്ചായത്തിൽ നിന്നും നമ്മൾ കറക്റ്റ് അവിടെ വന്നിരിക്കും. ഞാൻ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഐറ്റം പാലക് പനീർ. അടിപൊളി. എന്നാൽ ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്തിട്ടുള്ള പരിപാടിയുള്ളൂ. മോനെന്താ ഇതും പിടിച്ചോണ്ടിരിക്കുന്നത്? ഇത് പിടിച്ചോണ്ടിരിക്കുമ്പോ ഒരു സുഖമല്ലേ? ഇത് ആറ്റംബർഗിന്റെ ബാക്കിൽ വെക്കാനുള്ളതാണ്. കുഷിനാണ്. എന്നാ ഇവിടെ ഇപ്പൊ ബാക്കി തന്നെ ഇരിക്കട്ടെ. അതെ. മോനിപ്പോ എന്താ ചെയ്യുന്നത്? ഞാൻ അമ്പലത്തിൽ ചെറിയ പൂജാരിയാണ്. ആ കൂടെ തന്നെ വേറൊരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നുമുണ്ട്. ഏതമ്പലത്തിലാ? കാണക്കാരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കൃഷ്ണന്റെ അമ്പലത്തിൽ. പിന്നെ അജ്മേ ശിവാനി എന്തിയെ? അവളിന്നേ കുഞ്ഞിന് വേണ്ടിട്ട് ഒരു സ്പെഷ്യൽ സാൻഡ്വിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറെ സമയം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. ശരി ശരി ശരി. ശിവാനി വന്നു അച്ഛമ്മ, ഒരു മിനിറ്റ്. ഞാൻ ഇതിന്റെ കൂടെ ഒരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് എടുക്കട്ടെ. അടിപൊളി. അത് ശരി, ഞാൻ വരട്ടെ. എല്ലാവരും കഴിച്ചു തുടങ്ങിയോ? ഇല്ല ഇത് ടേസ്റ്റ് നോക്കുന്നേ ഉള്ളൂ. മെയിൻ കോഴ്സ് സാധനങ്ങളൊക്കെ വരുന്നല്ലേ. അങ്ങനെയാണോ? നിന്നെ നോക്കിയിരിക്കുക ഇവരെല്ലാരും. അപ്പൊ ഇത് റിഷാന് വേണ്ടിയിട്ടുള്ള എന്റെ സ്പെഷ്യൽ സാൻഡ്വിച്ച്. എല്ലാരും ആദ്യം സാൻഡ്വിച്ച് കഴിക്കും. എങ്ങനെയുണ്ട്? റിവ്യൂ പോരട്ടെ. ധ്യാനത്തിൽ സൂപ്പർ ആണ്. കുഞ്ഞു പറഞ്ഞു. അല്ലല്ല, ഇതിനു വേണ്ടി ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എന്റെയും കൂടെ ഒരു കാഴ്ചപ്പാട് ഇതിന്റെ അകത്ത് വലുതാണ്. തീർച്ചയായിട്ടും വലിയേറെ അഭിപ്രായങ്ങൾ പറയണം. സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ചേച്ചിയുടെ കളർഫുൾ പുലാവ് ട്രൈ ചെയ്യണം. വീട്ടിൽ കഴിക്കുന്നതാണെങ്കിലും അച്ഛമ്മയുടെ പാലക് പനീറും ചേച്ചിയുടെ പുലാവും സ്പെഷ്യൽ കോമ്പിനേഷൻ ആണ്. ട്രൈ ചെയ്ത് നോക്കൂ. അച്ഛമ്മ കഴിക്കുന്നില്ല. അച്ഛമ്മക്ക് എല്ലാവരും ഇങ്ങനെ ഊട്ടി 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 അങ്ങനെ വിടുമ്പോഴാണ് സന്തോഷം വേറെ. പക്ഷെ പാലൊക്കെ കൂട്ടിയിട്ട് പുലാവ് കഴിക്കാറില്ലല്ലോ. അപ്പൊ അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്തായാലും ഞാനും അച്ഛമ്മയും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എക്സോ ആന്റി ബാക്ടീരിയൽ സൂപ്പർ ജെൽ ഹെൽത്തി റെസിപ്പി കോൺടെസ്റ്റിലെ നമ്മുടെ ഫസ്റ്റ് വിജയി തന്നെ ഒരു കിടിലൻ ഫാമിലി, ഒരു കിടിലൻ വീട്ടമ്മ. ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു, നിങ്ങളുടെ വയറും നിറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. എങ്ങനെയുണ്ടായിരുന്നു ഫുഡൊക്കെ? അല്ല, ഈ ഒരു കോമ്പിനേഷൻ ഇല്ലേ, ഈ പാലക് പനീറും ഈ പുലാവും ഞാൻ ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്യുന്നത്. വളരെ ഗംഭീരമായി. ഇനിയിപ്പോൾ ഇത് മാത്രമല്ല, നിങ്ങൾക്ക് കൈ നിറയെ സമ്മാനങ്ങളും ഞങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ എക്സോ ആന്റി ബാക്ടീരിയൽ സൂപ്പർ ജെല്ലിന്റെ ഒരു കിടിലൻ ഗിഫ്റ്റ് ഹാമ്പർ. ഇപ്പൊ ചേച്ചി പറഞ്ഞില്ലേ ചേച്ചിക്ക് പാത്രം കഴുകാൻ ഏറ്റവും കൂടുതൽ മടിയെന്ന്, അതിനുള്ളൊരു ഫുൾ സൊല്യൂഷൻ ആണ് ഈ ഹാമ്പർ കേട്ടോ. ഫുൾ ടൈം ഞാൻ പാത്രം കഴിക്കുന്നതായിരിക്കും. സഹായിക്കാമല്ലോ. എളുപ്പപ്പണിയിൽ കഴിയുമല്ലോ. എളുപ്പത്തിൽ കഴിയുമല്ലോ. നമ്മുടെ ആറ്റംബർഗ് മിക്സർ ഗ്രൈൻഡർ, പെർഫെക്റ്റ് ഗ്രൈൻഡിംഗ്, മാജിക്കൽ ടേസ്റ്റ്. ഇതിനകത്തൊന്ന് ദോശ ഇഡ്ഡലിയൊക്കെ അരച്ചു നോക്കൂ. അച്ഛമ്മയ്ക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. അടുത്തതായിട്ട് നമ്മുടെ ബിൽമ കേരളം കണി കണ്ടുകൊണ്ടിരുന്ന നന്മ. ഇതിനകത്ത് നിനക്കൊരു സ്പെഷ്യൽ സാധനമുണ്ട്. നല്ല അടിപൊളി ചോക്ലേറ്റ് ആണ്. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. നല്ല കിടിലൻ മിൽക്ക് ചോക്ലേറ്റ് ആണ്. നമ്മുടെ യൂട്ടൻസിൽസിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട്. യൂട്ടൻസിൽസിന്റെ ഒരു ഓൾ പർപ്പസ് തവയാണ്. അപ്പം ദോശയും കാര്യങ്ങളൊക്കെ കിടിലായിട്ട് ഇതിനകത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അല്ല, ഞാൻ തന്നെ പിടിക്കാം, ഞാൻ തന്നെ വേണം. ഇത്രയുള്ള ഗിഫ്റ്റ് അല്ലല്ല, ഇനിയും പ്രധാനപ്പെട്ട ഒന്നുണ്ട്. BB കായം. മണവും ഗുണവും രുചിയുമുള്ള ശരിയായ കായം.
നമ്മളിപ്പോ ഫുൾ ഓർഗാനിക് പ്രൊഡക്ട്സിന്റെ ട്രെൻഡ് അല്ലേ? അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ എലമെന്റൽ ഫാമേഴ്സിൽ നിന്നും കസ്റ്റമേഴ്സിലേക്കുള്ള ഡയറക്റ്റ് ഓർഗാനിക് പ്രൊഡക്ട്സ് ആണ് എലമെന്റൽ ഓർഗാനിക് പ്രൊഡക്ട്സ്. ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഇനി വീട്ടിൽ നമുക്ക് കിട്ടും. നമ്മുടെ മെയിൻ സ്പോൺസർ ആയിട്ടുള്ള എക്സോ ആന്റി ബാക്ടീരിയൽ സൂപ്പർ ജെല്ലിന്റെ മോട്ടോ തന്നെ എക്സോ ഫാമിലി ഹെൽത്തി ഫാമിലി എന്നാണ്. അപ്പോൾ ആ ഒരു ഹെൽത്തി ഫാമിലിക്കാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫാമിലിയുടെ കൂടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഞങ്ങൾക്കും പറ്റി. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കാര്യത്തില്. അപ്പൊ എന്തായാലും ഇതൊരു കിടിൽ എപ്പിസോഡായിരുന്നു കേട്ടോ. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. അപ്പൊ നിങ്ങൾ പ്രേക്ഷകരും എൻജോയ് ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എക്സോ ആന്റി ബാക്ടീരിയൽ സൂപ്പർ ജെൽ കിച്ചൺ സ്റ്റോറീസ് co-powered by Attenberg മിക്സർ ഗ്രൈൻഡർ, പെർഫെക്റ്റ് ഗ്രൈൻഡിംഗ്, മാജിക്കൽ ടേസ്റ്റ്, മിൽമ, കേരളം കടി കണ്ടുകൊണ്ടിരുന്ന നന്മ, ഇലക്ട്രോണിക്സ് പാർട്ട്ണർ പിട്ടാപ്പിള്ളി ഏജൻസീസ്, ദ മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ TV, മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ്. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.